പിന്നെ പരാജയം എന്ന് പറയുന്ന വിജയത്തിന്റെ എതിരല്ല. തെക്കിന്റെ എതിരെന്താണ്? വടക്ക്. പരാജയത്തിന്റെ എതിര് വിജയം. ഇങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത്. പക്ഷെ സുഹൃത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വിജയം ത്തിന്റെ ഭാഗമാണ് ഇത് പരാജയം. ഓക്കെ, നമുക്ക് ഇവിടെ വേറെന്തെങ്കിലും ഒരു അഭിപ്രായം, ഈ പരാജയത്തെ നമുക്ക് എങ്ങനെ നിർവചിക്കാം എന്നുള്ളതിന് വേറെന്തെങ്കിലും ഒരു അഭിപ്രായം? പരിശ്രമം ഉപേക്ഷിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? പരാജയം ഉണ്ടാവുന്നു. വളരെ നല്ല ഉത്തരം. പിന്നെ വേറെ അതായത് രംഗത്തുണ്ട് പക്ഷെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. നാമക്കെ പേരിന് മാത്രം ഉണ്ടെങ്കിലും എന്തായി? പരാജയപ്പെട്ടു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുന്ന ക്ലാസ്സിൽ തന്നെ വീണ്ടും ഇരിക്കേണ്ടി വരും. നമുക്ക് ഈ പറഞ്ഞതെല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടി ഒന്ന് യോജിപ്പിച്ചാൽ നമുക്ക് ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി ഒരു നിശ്ചിത കാലഘട്ടം അയാളെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി ശ്രമിച്ചിട്ടും അയാൾക്ക് ആ ബിസിനസ്സിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ ഒരു പരാജയമാണ് എന്ന് നമുക്ക് പറയാം. ഇതൊരു ന്യായമായ ഒരു നിർവചനമാണല്ലോ. അപ്പോ നമ്മൾ ഗുജറാത്തികളുടെ ഒരു കണക്കൂടെ വെക്കുകയാണെങ്കിൽ ഒരു 1000 ദിവസം എന്നൊരു കണക്ക് വെക്കും. അവർ പറയുന്നത് ഒരു ബിസിനസ് ആദ്യത്തെ 1000 ദിവസം ഒരു വ്യക്തി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനല്ല, ആ ബിസിനസ് വളർത്താനാണ് ശ്രമിക്കേണ്ടത്. 1000 ദിവസം കഴിയുമ്പോൾ ആ ബിസിനസ് നിർബന്ധമായും ലാഭം ഉണ്ടാക്കിയിരിക്കണം. ഇതാണ് അതിന്റെ ഒരു കണക്ക്. അപ്പൊ പരാജയത്തിന്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് ഇങ്ങനെ വെക്കാം. ഒരു 1000 ദിവസം ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം ഇൻഡസ് വിവ ബിസിനസ്സിൽ പരാജയപ്പെട്ടു എന്ന് നമുക്ക് വിൽക്കാം, ഇല്ലേ? ഒരു ട്രഡീഷണൽ ബിസിനസ്സിലാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ശരി, അങ്ങനെയാണ് പറയാൻ പറ്റും. ശരി, അപ്പോ നമ്മൾ സമീപിക്കുന്ന പല ആളുകളും ഒരുപക്ഷെ നമ്മളോട് പറയുന്ന അഭിപ്രായം എങ്ങനെയായിരിക്കും? നമ്മൾ ഈ ബിസിനസ്സിനായിട്ട് ഒരാളെ സമീപിക്കും, ഈ ടൈപ്പ് ബിസിനസ് ഇതിനു മുമ്പ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അത് ശരിയായിട്ടില്ല. വേറൊരാൾ പറയും, എന്റെ ഒരു കസിൻ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ഇതുപോലൊരു ബിസിനസ് ഇതിനു മുമ്പ് ട്രൈ ചെയ്തായിരുന്നു, അവൻ പക്കാ പരാജയപ്പെട്ടു പോയി. കുറച്ചുകൂടെ എന്താ പറയാ, വന്ന വെള്ളവും നിന്ന വെള്ളവും പോയി. അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി, അപ്പോ ഇങ്ങനെയൊക്കെ ഈ പറയുന്ന ഈ സംഭവങ്ങളെ നമ്മളൊന്ന് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പരാതി പറയുന്നവരിൽ അല്ലെ പരാജയപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവരിൽ ചില ആളുകൾ കുറച്ച് പ്രോഡക്റ്റ് വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് അവർ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ചില ആളുകൾ അങ്ങനെയുണ്ടാവും. ചില ആളുകൾ 1-2 മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടാവും, അതിനപ്പുറത്തേക്കൊന്നും ചെയ്തിട്ടില്ല. ചില ആൾക്കാർ ഫോണിൽ കൂടി അർദ്ധമനസ്സെന്ന് പറഞ്ഞാൽ പാതി മനസ്സോടുകൂടി ചില ആളുകളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഇതൊക്കെയായിരിക്കാം അവർ ഇതിനകത്ത് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ്. ഇത് എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ മൊത്തം ഈ ബിസിനസ്സിലേക്ക് അവർ ഇട്ടിട്ടുണ്ടാവും. അതിനുശേഷം അവർ ഇതിനെഴുതുന്ന വിധി എന്താണ്? അവർ വിധി പ്രസ്താവിച്ചു, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യം അല്ല. 8 മുതൽ 10 മണിക്കൂർ വരെ ഇട്ടാൽ വിജയിക്കുന്ന ഒരു ബിസിനസ് ലോകം ഇല്ല. ഈ 10 മണിക്കൂർ ഇട്ടത് ചിലപ്പോൾ 10 ദിവസം കൊണ്ടാവാം, 30 ദിവസം കൊണ്ടാവാം. പക്ഷെ മൊത്തത്തിൽ എത്രയേ ഉള്ളൂ? 8-10 മണിക്കൂർ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. അപ്പോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒന്ന്, പല ആളുകളും അയഥാർത്ഥമായ പ്രതീക്ഷകളോടുകൂടിയാണ്, അതായത് സത്യത്തിന് നിരക്കാത്ത പ്രതീക്ഷകളോടുകൂടിയാണ് ഈ ബിസിനസ്സിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് ക്വിക്ക് ആൻഡ് ഈസി മണി എന്ന് പറയും. പെട്ടെന്ന് പൈസ കിട്ടുന്ന ഒരു പരിപാടി, വലിയ അധ്വാനമില്ലാതെ പൈസ കിട്ടുന്ന ഒരു പരിപാടി. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പലരും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇത് രണ്ടും തെറ്റാണ്. പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടാകും,
നമ്മൾ ചിലപ്പോൾ അവരോട് അങ്ങനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേട്ട് അവർക്ക് അങ്ങനെ ആയിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക. വലിയ അധ്വാനമില്ലാതെ പെട്ടെന്ന് പൈസ കിട്ടാൻ പറ്റുന്ന ഒരു പരിപാടി ഇത് അതല്ല. ചിലരിതിനെ ഒരു ലോട്ടറി ടിക്കറ്റ് പോലെ കാണും. ലോട്ടറി ടിക്കറ്റ് നമുക്ക് കേരളത്തിലുള്ളവരോട് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യം ഇല്ല. 5-6 എടുക്കുക, ഏതെങ്കിലും ഒന്ന് അടിക്കും. കിലുക്കം സിനിമ കണ്ട് വളർന്നവരാണ് നമ്മൾ. ശരി, അതിനകത്ത് മിസ്റ്റർ ഫോട്ടോഗ്രാഫർ അദ്ദേഹം ജീവിതം തന്നെ എന്തിനു വേണ്ടി ഉപയോഗിച്ച് വെച്ചിരിക്കുന്നു? ഓരോ വർഷവും അദ്ദേഹം ഒരു വർഷം മുഴുവൻ ഉണ്ടാകുന്ന പണം വർഷാവസാനം അദ്ദേഹം കുതിരപ്പന്തയത്തിന് വെക്കുന്നു. കിട്ടിയാൽ ഊട്ടി, അല്ലെങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഫിലോസഫി. അപ്പൊ അങ്ങനെയും ഈ ബിസിനസിനെ കാണുന്നവരുണ്ട്. ഞാനായിട്ടൊരു 2 പേരെ ചേർത്തു, അവരെങ്ങാനും കയറി മിനിച്ചാൽ സംഭവം രക്ഷപ്പെട്ടു. പിന്നെ വേറൊരു ഒരു പ്രശ്നം നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ് വിവ ബിസിനസ്സിൽ ഒരു കുഴപ്പം, ആക്ച്വലി 5 പൈസ പോലും പോക്കറ്റിൽ നിന്ന് മുടക്കാതെ ഒരു വ്യക്തിക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ശരിയാണോ അല്ലേ? സത്യത്തിൽ ഞാൻ കോഴിക്കോടിനെ പറ്റിയല്ല പറയുന്നത്, ഞാൻ ഹിന്ദിക്കാരെ ഉദ്ദേശിച്ച് പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഈ അലസന്മാരാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. അതും ഒരു വലിയ ഒരു പ്രശ്നം. ഇങ്ങനെയുള്ളവരാണത് കടന്നു വരുന്നത്. പിന്നെ മൂന്നാമത് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ നമുക്ക് കോഴിക്കോട് ബീച്ചിൽ നമ്മൾ പോയി നിന്ന് നമുക്ക് എന്ത് കാണാം? തിര കാണാൻ വേണ്ടി പറ്റും. ബിസിനസ്സിൽ എപ്പോഴും എന്താണ്, ഇങ്ങനെ തിര അടിച്ചുകൊണ്ടേ ഇരിക്കും. ഈ തിരയെ പേടിയുള്ള ഒരാൾക്ക് മീൻ പിടിക്കാൻ പോകാൻ പറ്റത്തില്ല. അതിന് മുകളിൽ കൂടെ ഈ വള്ളം ഇറക്കാൻ പറ്റുമ്പോഴാണ്, അല്ല തിരയെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കാത്ത ഒരു വ്യക്തിക്കാണ് മീൻ പിടിക്കാൻ പറ്റും. എന്നല്ല, ബിസിനസ്സിൽ എന്നും എന്തെങ്കിലും ഒരു പ്രശ്നം എന്നും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാൻ എത്രയോ പ്രാവശ്യം വിമാനത്തിൽ കയറിയിട്ടുണ്ട്. ഇന്നേ വരെ ഞാൻ ജീവിതത്തിൽ കാണാത്ത വലിയൊരു സംഭവം നടന്നു. ഇന്ന് രാവിലെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന വിമാനത്തിൽ ഒരുപാട് തവണ ഞാൻ വിമാനം വൈകി പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇന്ന് എന്റെ വിമാനം 25 മിനിറ്റ് മുൻകൂർ പുറപ്പെട്ടു. ഒരു സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അരമണിക്കൂർ മുമ്പ് പുറപ്പെടാം. ഇത് ജീവിതത്തിൽ കണ്ടൊരു സംഭവം. ഇവരെ വിളിച്ചിട്ട്, സാർ നിങ്ങൾ ഇവിടെ? ഞാൻ ഈ ഗേറ്റിന്റെ പരിസരത്തൊക്കെ ഉണ്ട്, ഒരു കാപ്പിയെ കുടിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ പുറപ്പെടുവാണ്, സാറിവിടെ കയറാനുണ്ട്. ഞങ്ങൾ സമയമായില്ല, പക്ഷെ വൈകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെ എന്ത് വിശ്വസിച്ച് എയർപോർട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ്, സമയമുണ്ടെന്ന് ഓർത്ത് എയർപോർട്ടിലൊന്നും ഇനി ആരും വൈകി പോകരുത്. പറയുന്നത്. അപ്പോ ഞാൻ എന്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, കൊള്ളാം, അപ്പൊ പുള്ളിക്കാർക്ക് നല്ല ലക്ഷണമായിരിക്കും. ഇവിടെ ഈ ബിസിനസ്സിൽ എന്നും എന്തെങ്കിലും ഒരു പ്രശ്നം ഇങ്ങനെ വരും. ഈ പ്രശ്നം വരുമ്പോ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് ആളുകൾ അപ്പൊ തന്നെ ഇട്ടിട്ട് പോകും. എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടെങ്കിലേ ആൾക്കാർ അവിടെ പിടിച്ച് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാര് ഓൺ ദ സ്പോട്ടിൽ ഇട്ടിട്ട് പോകും. അപ്പൊ ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല. പല വലിയ ബിസിനസ്സുകളും നമ്മൾ ശ്രദ്ധിച്ചു, അത് ഇട്ടിട്ട് പോയാൽ പിന്നെ അതിന്റെ മൂല്യം എന്താണ്? പൂജ്യം. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ആരും തെറ്റായിട്ട് എടുക്കട്ട, ഗവൺമെന്റിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടാവും. ഗവൺമെന്റ് ആയിരുന്നു എയർ ഇന്ത്യ നടത്തിക്കൊണ്ടിരുന്നത്. ശരിയാണോ? എയർ ഇന്ത്യ സത്യത്തിൽ എത്ര രൂപയ്ക്കാണ് ടാറ്റയ്ക്ക് വിറ്റതെന്നറിയോ? എമൗണ്ട് ഒക്കെ കേട്ടോ നമ്മൾ ഞെട്ടും. എയർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്തോരം വിമാനങ്ങളുണ്ട്, എത്ര വലിയ സംഭവം. ഇത് എത്ര രൂപയ്ക്കാണ് വിറ്റതെന്നറിയോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് എമൗണ്ട് നോക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. എനിക്കും നിങ്ങൾക്കും മേടിക്കാൻ പറ്റുന്ന പൈസ ഉണ്ടായിരുന്നുള്ളൂ. നെറ്റ് എമൗണ്ട് നോക്കുകയാണെങ്കിൽ സത്യത്തിൽ ഫ്രീ ആയിട്ട് കൊടുക്കുക. ടാറ്റ ഡോകോമോ എത്ര രൂപയ്ക്കാണ് വിറ്റതെന്നറിയോ? ഫ്രീ. എന്താണ്? ആരെങ്കിലും ഇതൊന്ന് വാങ്ങിയാൽ മതി, ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ എന്താവും? ഇതിന്റെ മൂല്യം പൂജ്യം.
പല ബിസിനസ്സുകളിലും പ്രത്യേകത ഇട്ടിട്ട് പോയ അതിന്റെ മൂല്യം പൂജ്യവും, മുടക്കിയ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പല വ്യവസായികളും പല ബിസിനസ്സുകളും വിട്ടിട്ട് പോകാത്തത്. കടമെടുത്തും കഷ്ടപ്പാട് സഹിച്ചും അവരെങ്ങനെയെങ്കിലും പിടിച്ചു നിന്ന് ഇതിനെ ലാഭത്തിലാക്കും. അതേസമയം നമ്മുടെ ഇവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. രണ്ടുപേര് നോ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്യും? യു ടേൺ എടുക്കും. ശരിയാണോ അല്ലേ? യെസ്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാനിങ്ങനെ രാവിലെ ഇരുന്ന് ഇങ്ങനെ എഴുതുമായിരുന്നു എന്തൊക്കെയായിരിക്കാം. എഴുതി മടുത്തപ്പോ ഞാൻ നിർത്തി. കുറെ ഈ രീതിയിൽ എഴുതാൻ കുറെ കാര്യങ്ങൾ എഴുതാറുണ്ട്. ഇപ്പൊ മറ്റൊരു സംഭവമാണ് എന്താണ്? ലാക്ക് ഓഫ് ഫോക്കസ്. പല ആളുകൾക്ക് ഈ ബിസിനസ്സിൽ ഫോക്കസ് ഇല്ല. പലരും ഇതിനെ കാണുന്നത് ഒരു അധിക വരുമാനമായിട്ടാണ്. ഇടയ്ക്ക് ഇച്ചിരി പൈസ കിട്ടിയാൽ കൊള്ളാം. ചില ആളുകളെങ്കിലും ഇതിനെ പ്രധാന വരുമാനമായി കാണുന്നു. സ്റ്റിൽ ഐ എം നോട്ട് അപ്രീഷിയേറ്റിംഗ്. ഇത് മാത്രമാണ് വരുമാനം എന്ന് കാണുന്നവരാണ് ഇതിനകത്ത് വിജയിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. എന്റെ കാര്യം പറയാം. ഞാൻ, എന്റെ ഭാര്യ, 3 കുട്ടികൾ. ഈ 3 കുട്ടികളുടെ സ്കൂളിന് വേണ്ടുന്ന പൈസ, എന്റെ വീട്ടിലേക്ക് അരി സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ, എന്റെ വീടിന്റെ വാടക, എന്റെ എല്ലാ ചെലവുകളും, എന്റെ ഏത് കാര്യം എടുത്തു നോക്കിയാലും ശരി, എല്ലാത്തിന്റെയും പൈസ എവിടുന്ന് വരുന്നു? ഈ ബിസിനസ്സിൽ നിന്ന് വരുന്നു. ഇതല്ലാതെ 5 പൈസ വേറെ എനിക്ക് വരുമാനം ഇല്ല. ഇതല്ലാതെ 5 പൈസ വരുമാനം എനിക്ക് വേറെ എവിടുന്നും ഇല്ല. ഇവിടുന്ന് വരുമാനം ഇല്ലാതെ വന്നാൽ കുട്ടികളെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ചത് എന്ത്? ഫീസ് അടയ്ക്കാത്തതിന്. ഹൗസ് ഓണർ വിളിച്ചിട്ട് പറയും ഗെറ്റ് ഔട്ട്. ശരിയാണോ അല്ലേ? പല കാരണം പിന്നീട് കടം തരും ഇല്ല. എല്ലാം പെൻഡിങ്ങിലാണ്. നോ അതർ ഇൻകം. അപ്പൊ എന്ത് സംഭവിക്കും? ഞാൻ എന്റെ മാക്സിമം കഴിവിൽ വർക്ക് ചെയ്യും. മാക്സിമം കഴിവിൽ വർക്ക് ചെയ്യും. അപ്പോ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, ഒന്നാം സ്ഥാനം എന്റെ ജോലിക്ക് ശേഷം. ജോലി മോശമാണെന്നുള്ള രീതിയിലല്ല പറയുന്നത്, അങ്ങനെ എടുക്കരുത്. ഈ കോൺടെസ്റ്റ് പറയാം. ജോലിയുടെ ശേഷം ബാക്കിയുള്ള സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നു. അതിനുശേഷം ശനിയാഴ്ചകളിൽ പടം വിടാൻ പറ്റും. വെള്ളിയാഴ്ച റിലീസും കഴിഞ്ഞ് ഒരു ദിവസമായിട്ട് നമ്മൾ നോക്കിയിരിക്കുകയാണ്. ഒരു റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്. അതും കഴിഞ്ഞതിന് ശേഷം സാമൂഹിക പ്രവർത്തനങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇൻഡസ് വിവ. എവിടെ സമയം ഉണ്ടാവും? ശരിയാണോ അല്ലേ? ചില ആളുകൾ, വേറെ ചില ആളുകൾ നമ്മൾ ഫെയിലിയർ ആയാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവർക്ക് ഈ ബിസിനസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല. അവരവരുടെ നിലവിലുള്ള ജീവിത നിലവാരത്തിൽ സംതൃപ്തരൊന്നുമല്ല, ഹാപ്പി ഒന്നുമല്ല. എന്റെ വീട് എത്ര പോരാ, എന്റെ വണ്ടി എത്ര പോരാ, എന്റെ സൗകര്യങ്ങൾ എത്ര പോരാ, ഹാപ്പി ഒന്നുമല്ല. പക്ഷേ മാറി എന്തെങ്കിലും ചെയ്യാൻ അവരോട്ട് തയ്യാറും അല്ല. ഇനി ഒരു കാരണം കൂടെ പറഞ്ഞ് ഞാൻ ഈ ടോപ്പിക് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഒരൊറ്റ കാരണം കൂടി. ചില അബദ്ധ വിശ്വാസങ്ങളുമായി ആളുകൾ ഈ ബിസിനസ് ചെയ്യുന്നു. എന്ത് വിശ്വാസം? അബദ്ധ വിശ്വാസം. ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കാൻ പോകുന്നില്ല. ഞാൻ ഈ പ്രോഡക്റ്റ് വിൽക്കാൻ ശ്രമിച്ചാൽ ആരും വാങ്ങാൻ പോകുന്നില്ല. എന്റെ കൂടെ ആരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ല. എന്നെ കൊണ്ട് ഇതിനൊന്നുള്ള കഴിവൊന്നും ഇല്ല. ഞാൻ ഇന്നേവരെ ലൈഫിൽ എന്ത് ചെയ്തിട്ടുണ്ടോ അതൊന്നും ഞാൻ വിജയിച്ചിട്ടില്ല. ഞാൻ മൊത്തത്തിലൊരു പേര് മാത്രമേ ജയനുള്ളൂ. ഈ ഒരു മനോഭാവവുമായിട്ടും കുറെ ആളുകൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ മോശം തുടക്കം. ശരിയാണല്ലോ? ഇത് കേൾക്കാനാണ് ഇയാൾ ബാംഗ്ലൂരിൽ ഇവിടെ വരെ വന്നത്, ഇത് പറയാനാണോ എന്നെങ്കിലുമൊക്കെ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? എന്നോട് ക്ഷമിക്കുക. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. ശരിയാണോ അല്ലേ? അപ്പോ ഈ കാര്യങ്ങൾ ഒക്കെ നമ്മളൊന്ന് കേട്ട കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ. ഞാൻ 1-2 കാര്യങ്ങൾ പറയട്ടെ. ഈ ബിസിനസ്സിനകത്ത് സിസ്റ്റം ഫോളോ ചെയ്യുന്ന എല്ലാവരും വിജയിക്കും.
സിസ്റ്റം. നിങ്ങൾ വീട്ടിൽ പോയി ഡിക്ഷണറിയിലും എടുത്തൊന്ന് നോക്കണം, സിസ്റ്റം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്. ഈ സിസ്റ്റം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കൃത്യമായ ഒരു ക്രമത്തോടു കൂടി ഏതൊരു സാഹചര്യത്തിലും അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കും. ശരിയാണോ അല്ലേ? ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഹോട്ടൽ ഇപ്പം കോഴിക്കോട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ കടവ് റിസോർട്ട്